എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം എൻ്റെ അടുത്ത കൂട്ടുകാരിയായ മീന ഇല്ല. മീനയുടെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ സ്കൂൾ തുറക്കുന്ന സന്ദർഭമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പം ആ സമയത്ത് എത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് തനിച്ച് നിങ്ങൾക്ക് കഥ പറയാനായിട്ട് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് പറയാൻ പോകുന്ന കഥ പാണ്ഡവരുടെയും കൗരവരുടെയും ജനനത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോ ചന്ദ്രവംശം ഭരിച്ചിരുന്നത് പ്രദീപൻ എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ അപുത്ര ദുഃഖത്തിൽ വിഷമിച്ച് ആ ദുഃഖം മാറുന്നതിന് വേണ്ടി ഗംഗാനദിയുടെ തീരത്ത് തപസ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് വനത്തിൽ വസിച്ചിരുന്ന ഗംഗാദേവി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിന്റെ വലതുവശത്ത് ഇരിക്കുകയും ചെയ്തു. സാധാരണഗതിയില് ഇടതുവശത്താണ് ഭാര്യമാർക്ക് സ്ഥാനം, വലതുവശത്ത് പുത്രവധുക്കൾക്കുള്ള സ്ഥാനമാണ്. അപ്പൊ പ്രദീപൻ ഗംഗാദേവിയോട് പറഞ്ഞു, അല്ലയോ ഗംഗാദേവി, നീ എൻ്റെ വലതു ഭാഗത്താണ് വന്നിരുന്നത്, അപ്പോ നീ എൻ്റെ പുത്രവധുവാകും എന്ന് പ്രസ്താവിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ച് തപസ്സൊക്കെ ചെയ്തതിന് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. ആ പുത്രന് ശന്തനു എന്ന് അദ്ദേഹം പേരിട്ടു. അസ്ത്രശസ്ത്രങ്ങളിലെല്ലാം പ്രാവീണ്യം നേടിയ ശന്തനു മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനു വേണ്ടി ഗംഗാതീരത്തെത്തി. ആ സമയത്ത് വനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഗംഗയെ അദ്ദേഹം കാണുകയും രണ്ടുപേർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അനുരാഗം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ അനുരാഗം ഉണ്ടായി തൻ്റെ പത്നിയായി കൊട്ടാരത്തിലെത്തണം എന്ന് ശന്തനു ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. അപ്പൊ ഗംഗാദേവി ഒരു വ്യവസ്ഥ വെച്ചു. ഗംഗാദേവി എന്ത് ചെയ്താലും രാജാവ് മറുത്ത് ഒരു വാക്കും പറയാൻ പാടില്ല. മറുത്ത് ഒരു വാക്കും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോളണം, അതിനെ തടസ്സം പറയാൻ പാടില്ല. രാജാവ് അത് സമ്മതിച്ചു. രാജാവ് സമ്മതിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് ഗംഗാദേവിയുമായി പോവുകയും വിവാഹിതരാവുകയും ചെയ്തു. അപ്പോ ഗംഗാദേവി ആദ്യം ഒരു പുത്രനെ പ്രസവിച്ചു. പ്രസവിച്ച മകനെ അപ്പൊ തന്നെ എടുത്തുകൊണ്ട് ദേവി ഗംഗാതീരത്തേക്ക് പോയി. ആ സമയം രാജാവ് ദേവിയെ പിന്തുടർന്നു. അവിടെ ചെന്നപ്പോൾ ദേവി കുട്ടിയെ ഗംഗാനദിയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അപ്പൊ ദേവിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും സംസാരിക്കാൻ പാടില്ല, ദേവിയെ ഒരു കാര്യത്തിനും തടസ്സം പറയാൻ പാടില്ല. അതുകൊണ്ട് രാജാവ് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ദേവി വീണ്ടും 6 പുത്രന്മാരെ കൂടി പ്രസവിച്ചു. ഈ 6 പുത്രന്മാരെയും ഗംഗയിലേക്ക് ദേവി ഓരോ പ്രാവശ്യവും എറിഞ്ഞു. അവസാനം 8ാമത്തെ പുത്രനെ, ആദ്യത്തെ ഒരു കുഞ്ഞ്, പിന്നെ 6 പ്രാവശ്യം, അപ്പൊ 7ആയി. 8ാമത്തെ കുഞ്ഞിനെ ഗംഗാനദിയിലേക്ക് എറിയാൻ കൊണ്ടുവന്നപ്പോ ശന്തനു മഹാരാജാവ് തടസ്സം പറഞ്ഞു. അങ്ങനെ തടസ്സം പറഞ്ഞപ്പോ ദേവി പറഞ്ഞു, ഇനി ഞാൻ അങ്ങയുടെ ഭാര്യയായി കൊട്ടാരത്തിൽ വസിക്കില്ല, ഞാൻ പോകുന്നു, എൻ്റെ മകനെയും കൊണ്ടുപോകുന്നു. അങ്ങനെ ഗംഗാദേവി മകനുമായി തിരിച്ചുപോയി. ഈ മകനുമായിട്ട് തിരിച്ചുപോയ ഗംഗാദേവി വനാന്തരത്തിൽ തൻ്റെ മകനെ വളർത്തി അവന് വേണ്ടുന്ന എല്ലാ ശസ്ത്രവിദ്യകളിലും അവനെ മിടുക്കനാക്കി വളർത്തിക്കൊണ്ടുവന്നു. 32 വർഷത്തിന് ശേഷം ശന്തനു മഹാരാജാവ് വീണ്ടും ഗംഗാതീരത്തെത്തി. ആ സമയത്ത് പെട്ടെന്ന് തൻ്റെ പുത്രൻ, ആ പുത്രന്റെ പേര് ദേവവ്രതൻ എന്നായിരുന്നു,
പുത്രനെ കണ്ടു. പുത്രനെ കണ്ട് രാജാവ് അടുത്ത് വന്നപ്പോഴത്തേക്ക് പുത്രൻ മറഞ്ഞു കഴിഞ്ഞപ്പോ ശന്തനു പ്രാർത്ഥിച്ചു, തൻ്റെ പുത്രനെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചു. ആ സമയത്ത് ഗംഗാദേവി ദേവവ്രതനുമായി രാജാവിൻ്റെ മുന്നിലെത്തുകയും ദേവവ്രതനെ രാജാവിന് നൽകിയിട്ട് പറയുകയും ചെയ്തു. ഈ ഗംഗാദേവി എങ്ങനെയാണ് ഈ വനാന്തർഭാഗത്ത് സ്ത്രീയായി വന്നത് എന്നുള്ളതിന് മറ്റൊരു കഥ കൂടിയുണ്ട്. മഹാഭിഷക് എന്നൊരു രാജാവ്, മഹാഭിഷക് എന്ന് പറഞ്ഞ രാജാവ് മരിച്ചതിന് ശേഷം വിഷ്ണു ലോകം പ്രാപിച്ചു. അദ്ദേഹം ഒരിക്കൽ ബ്രഹ്മാവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി സത്യലോകത്ത് ചെന്നു. സത്യലോകത്ത് വെച്ച് ആ അവസരത്തിൽ ഗംഗാദേവിയും ബ്രഹ്മ സദസ്സിലുണ്ടായിരുന്നു. ബ്രഹ്മാവ്, ഗംഗാദേവി, ഈ മഹാഭിഷക് എന്ന രാജാവ് ഇവരെല്ലാവരും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇളം കാറ്റേറ്റ് ഗംഗാദേവിയുടെ വെള്ള വസ്ത്രം ഒന്ന് ശരീരത്തിൽ നിന്ന് മാറി. ഇത് കണ്ട മഹാഭിഷക് ഗംഗാദേവിയെ നോക്കി കടാക്ഷിക്കുകയും ഗംഗാദേവി തിരിച്ച് അദ്ദേഹത്തെ കടാക്ഷിക്കുകയും ചെയ്തു. ബ്രഹ്മദേവൻ ഇത് കണ്ടിട്ട് ഇവരെ രണ്ടുപേരും ഭൂമിയിൽ പോയി വസിക്കാനായിട്ട് ശപിച്ചു വിട്ടു. അങ്ങനെയാണ് ഗംഗാദേവി ഗംഗാനദിയുടെ തീരത്തുള്ള വനാന്തർഭാഗത്ത് വിഹരിച്ച് കഴിഞ്ഞത്. അവിടെ നിന്നാണ് അവര് പ്രദീപ രാജാവിനെ കണ്ടതും പിന്നീട് ശന്തനുവിന്റെ ഭാര്യയായി മാറിയതും. അപ്പൊ അഷ്ടവസുക്കൾ ഗംഗയുടെ മക്കളായി പിറന്നു. അതിൽ 7 പേരെ നദിയിലെറിഞ്ഞു കൊന്നു. അവസാനത്തെ മകനെ മാത്രം സർവജ്ഞനാക്കി, സർവ വിദ്യകളിലെ നൈപുണ്യമുള്ളവനാക്കി വളർത്തി ശന്തനുവിന് കൊടുത്തിട്ട് ഗംഗാദേവി മറയുകയും ചെയ്തു. ഈ അഷ്ടവസുക്കൾ ഗംഗാദേവിയുടെ പുത്രന്മാരായി ജനിച്ചു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ അഷ്ടവസുക്കൾ ഗംഗാദേവിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചതെന്നുള്ളതിനൊരു കഥയുണ്ട്. അതായത് അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവിന്റെ ഭാര്യയ്ക്ക് വസിഷ്ഠ മുനിയുടെ ഹോമ പശുവിനെ കണ്ട് ആഗ്രഹം തോന്നി. അപ്പോ ആ ദ്യോവിന്റെ ഭാര്യ ദ്യോവിനോട് പറഞ്ഞു, എനിക്ക് ആ പശുവിനെ കിട്ടണം. ദ്യോവ് മറ്റ് 7 പേരും കൂടെ ചേർന്ന് വസിഷ്ഠന്റെ ആ ഹോമ പശുവിനെ അപഹരിച്ചു. ഇത് മനസ്സിലാക്കിയ വസിഷ്ഠ മുനി കോപിഷ്ഠനായിട്ട് ഇവരെ 8 പേരെയും ശപിച്ചു. നിങ്ങൾ 8 പേരും മനുഷ്യരായി ജനിക്കട്ടെ എന്നാണ് ശപിച്ചത്. അപ്പൊ ആ 8 പേരും മനുഷ്യരായി ജനിച്ചെങ്കിലും അപ്പൊ അവർക്ക് ശാപമോക്ഷം കൊടുക്കും. ഏതൊരു ശാപത്തിനും ശാപമോക്ഷവും കൊടുക്കാറുണ്ട്. ആ ശാപമോക്ഷത്തിൽ പറഞ്ഞത് 7 പേരും ജനിച്ച ഉടനെ മരിച്ച് തിരിച്ച് വീണ്ടും സ്വർഗലോകം പോകും. എന്നാൽ 8ാമനായ പശുവിനെ അപഹരിച്ച ദ്യോവ് മാത്രം വളരെ നീതിജ്ഞനും സർവജ്ഞ പീഠം കയറിയവനുമായി ഭൂമിയിൽ ഏറെക്കാലം വസിക്കും. അപ്പൊ ആ ദ്യോവ് എന്ന് പറയുന്ന അഷ്ടവസുക്കളിൽ പ്രധാനിയായ ആളാണ് ദേവവ്രതൻ എന്ന പേരിൽ ഗംഗാദേവിയുടെ 8ാമത്തെ പുത്രനായിട്ട് ശന്തനുവിന്റെയും പുത്രനായി ജനിച്ചത്. അദ്ദേഹം ഈ 32 വയസ്സായ യൗവനയുക്തനായ മകനായി രാജാവിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ ദേവവ്രതനെ രാജ്യത്തിലെ രാജാവായിട്ട് പട്ടാഭിഷേകവും നടത്തി. അങ്ങനെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് രാജാവ് ഒരു ദിവസം വീണ്ടും ഇതുപോലെ ഗംഗാതീരത്ത് തൻ്റെ പഴയകാല സ്മരണകളൊക്കെ ഓർത്തിങ്ങനെ ഗംഗാതീരത്ത് വന്നപ്പോ അവിടെ നല്ല കസ്തൂരി മണം. ഈ കസ്തൂരി മണം എവിടുന്നാണെന്ന് അറിയാൻ വേണ്ടി രാജാവ് ഇങ്ങനെ പതുക്കെ പതുക്കെ സഞ്ചരിച്ചപ്പോൾ പഴയ മുക്കുവന്റെ കുടിലെത്തി. അവിടെ സുന്ദരിയായ കാളി മത്സ്യഗന്ധിയായി സത്യവതി എന്നുള്ള പേരായി അങ്ങനെ ആ സുന്ദരിയായ സ്ത്രീയെ കാണുകയും അവരെ വിവാഹം കഴിക്കണമെന്ന് ആ മുക്കുവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആ മുക്കുവൻ നിസ്സാരനല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മകളെ വിവാഹം കഴിച്ചാൽ
അവളിലുണ്ടാകുന്ന പുത്രന്മാർക്ക് രാജ്യാവകാശം കൊടുക്കണം. അപ്പൊ രാജാവ് വിഷമവൃത്തത്തിലായി. തന്റെ മകനായ ദേവവ്രതൻ രാജ്യാവകാശിയായി, രാജകുമാരനായി രാജ്യാഭിഷേകം നടത്തിയതാണ്. അപ്പൊ എങ്ങനെയാണ് സത്യവതിയിൽ ഉണ്ടാകുന്ന മക്കൾക്ക് രാജ്യാവകാശം കൊടുക്കുന്നത്? അത് മാത്രവുമല്ല, വീണ്ടും ഒരു കാര്യം കൂടി ആ മുക്കുവൻ പറഞ്ഞു. അതായത് ഇപ്പോഴങ്ങനെ സംഭവിച്ചാലും പിന്നീട് ദേവവ്രതന്റെ മക്കൾ ജനിച്ചു കഴിയുമ്പോൾ മൂത്തപുത്രനായ ദേവവ്രതന്റെ മക്കൾക്ക് രാജ്യാവകാശം ആവുമല്ലോ. അപ്പോഴും എൻ്റെ മക്കൾക്ക് രാജ്യാവകാശം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നടന്നാൽ മാത്രമേ സത്യവതിയെ വിവാഹം ചെയ്ത് തരാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇത് രണ്ടും നടക്കാത്ത കാര്യമാണ് എന്ന് വിചാരിച്ച് തന്നെ ശന്തനു കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. കൊട്ടാരത്തിൽ വന്നെങ്കിൽ അദ്ദേഹം വളരെ വിഷണ്ണനായി, ആരോടും സംസാരിക്കാതെ ദുഃഖിതനായിട്ട് കൊട്ടാരത്തിൽ വസിച്ചു. അപ്പോ എന്താണ് അച്ഛന്റെ ദുഃഖം എന്ന് ദേവവ്രതൻ മന്ത്രിമാരോട് അന്വേഷിച്ചു. അവര് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുക്കുവ കുടിലിൽ ചെന്ന് സത്യവതിയെ കണ്ടത്, സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച കാര്യവും അവരുടെ വ്യവസ്ഥകളും ഒക്കെ പറഞ്ഞു. അപ്പോ പിതാവ് അറിയാതെ തന്നെ ദേവവ്രതൻ ആ മുക്കുവ കുടിലെത്തി സത്യവതിയെ തൻ്റെ മാതാവായി കൊട്ടാരത്തിലേക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുൻപ് പറഞ്ഞ ആ വ്യവസ്ഥകൾ തന്നെ ആ മുക്കുവൻ വീണ്ടും അറിയിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞു, എൻ്റെ മകളിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് രാജ്യാവകാശം കൊടുക്കണം. അപ്പൊ ദേവവ്രതൻ അത് സമ്മതിച്ചു, അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നീട് അങ്ങ് വിവാഹം കഴിച്ചാൽ അങ്ങയിൽ ഉണ്ടാകുന്ന മക്കൾക്ക് രാജ്യാവകാശം കൊടുക്കണമല്ലോ, അപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാന് വിവാഹം കഴിക്കുന്നില്ല. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്ത് സത്യവതിയുമായി കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വന്നിട്ട് ശന്തനു മഹാരാജാവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ രാജ്യം ഉപേക്ഷിക്കാം, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞയെടുത്തു. തൻ്റെ മകന്റെ ആ ഭയങ്കരമായ പ്രതിജ്ഞ കണ്ട് രാജാവ് മകനെ മാറോടണച്ചു. ഭീഷ്മർ എന്ന് അദ്ദേഹത്തിന് പേരും ചെയ്തു. ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ സത്യവതി ശന്തനു മഹാരാജാവിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ വസിക്കാൻ തുടങ്ങി. അവർക്ക് 2 പുത്രന്മാരുണ്ടായി. ചിത്രാംഗതനെന്നും വിചിത്രവീര്യനെന്നും 2 പുത്രന്മാർ. രണ്ടുപേരും വളരെ മിടുക്കന്മാരായിരുന്നു. ഗദായുദ്ധത്തിലും ആയോധന കലകളിലും എല്ലാം പ്രവീണരായി അവർ വളർന്നു. അപ്പോ ശന്തനു മഹാരാജാവ് മരിച്ചു. ശന്തനു മഹാരാജാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭീഷ്മർക്ക് മറ്റൊരു വരവും കൂടെ കൊടുത്തു, സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ സ്വയം ആഗ്രഹിക്കുമ്പോൾ മാത്രം മരണമുണ്ടാകുന്ന അവസ്ഥ. അപ്പൊ നീ സ്വച്ഛന്ത മൃത്യുവായി വരും എന്നുകൂടി അദ്ദേഹം മകനെ അനുഗ്രഹിച്ചു. അതിനൊക്കെ ശേഷം രാജാവിന് 2 മക്കളുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. ആ 2 മക്കളും ബാല്യമൊക്കെ കഴിഞ്ഞ് കൗമാരപ്രായമെത്തി. ആ സമയത്ത് ശന്തനു മഹാരാജാവ് മരിച്ചു കഴിഞ്ഞപ്പോ സത്യവതിയുടെ ആഗ്രഹം അനുസരിച്ച് ബാലനായ ചിത്രാംഗതനെ രാജാവാക്കി. അങ്ങനെ ജനക്ഷേമകരമായ രീതിയിൽ രാജ്യഭരണമൊക്കെ നടത്തിയെങ്കിലും അധിക നാൾ അത് തുടരാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ചിത്രാംഗതൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനുമായിട്ട് ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒരേ പേരിൽ രാജാവും ഗന്ധർവനും ഉണ്ടായതാണ് പ്രശ്നമെന്നുള്ള രീതിയിലാണ് 2 പേരും തമ്മിൽ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ ഗന്ധർവൻ ചിത്രാംഗതനെ വധിച്ചു. അങ്ങനെ ചിത്രാംഗതനെ വധിച്ചു കഴിഞ്ഞപ്പോ മരിച്ച ചിത്രാംഗതന്റെ ശേഷക്രിയകളെല്ലാം ഭീഷ്മർ ചെയ്തു. അതിനുശേഷം വിചിത്രവീര്യനെ രാജാവാക്കി. അങ്ങനെ വിചിത്രവീര്യനെ രാജാവാക്കി അദ്ദേഹം യൗവനത്തിലെത്തി. അങ്ങനെ എത്തിയപ്പോഴാണ് കാശി രാജാവിന്റെ പുത്രിമാരുടെ സ്വയംവര വിളംബരം
അറിഞ്ഞത്. അപ്പൊ കാശി രാജാവിന് 3 പെൺമക്കളാണ്, അംബ, അംബിക, അംബാലിക. ഈ 3 പുത്രിമാരെയും തൻ്റെ അനുജനായ വിചിത്രവീര്യന് ഭാര്യമാരാക്കണമെന്ന് ഭീഷ്മർക്കൊരാഗ്രഹം തോന്നി. അദ്ദേഹം നേരെ കാശി രാജാവിൻ്റെ സ്വയംവര മണ്ഡപത്തിൽ എത്തി. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.